ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാർഡ്ബോർഡ് കൊണ്ട് ഒരു ഫ്ലവർ വേസ് ആണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ്. നിങ്ങളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോക്സ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് നമ്മൾ ടിഷ്യൂ കൊണ്ട് ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ വലിയ ടിഷ്യൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോൾ ആവശ്യമുണ്ട്. ഇതുപോലെ കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ബ്രഷ് കൊണ്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രഷ് കൊണ്ട് ഇതിന് മേലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഈ ബോക്സ് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ബോക്സിൻ്റെ 4 സൈഡും അടിഭാഗം കവർ ചെയ്തെടുക്കണം. നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഡ്രൈ ആവാൻ വെച്ചിട്ട് വരാം. ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പെയിൻറ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പെയിൻറ് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഫ്ലവർ വേസിൻ്റെ ബോട്ടിലിൽ ഇതിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി നമുക്ക് വെക്കാം. ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ അത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന് മേലെ കുറച്ചും കൂടി മോഡിഫിക്കേഷൻ വരുത്താവുന്നതാണ്. ഞാനിവിടെ ഇനി തേങ്ങയുടെ ഞെട്ടില്ലേ, അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തേങ്ങയുടെ 4 ഞെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 4 ഞെട്ടി നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അതിനുശേഷം നമ്മളിന്ന് പെയിൻറ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനിവിടെ റെഡ് കളറും ഗോൾഡൻ കളറുമാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളർ നമുക്ക് ഫസ്റ്റ് ഒന്ന് കൊടുക്കാം. ഫുള്ളായിട്ട് ഞെട്ടി ഫുള്ളായിട്ട് റെഡ് കളർ നമുക്ക് കൊടുത്തിട്ട് വരാം. അതിനുശേഷം നമ്മൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഗോൾഡൻ കളർ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഫുള്ളായി 4 ഞെട്ടിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗോൾഡൻ കളർ എടുത്തിട്ട് ഈ ഞെട്ടിയുടെ സെൻറ്റർ പോർഷനിൽ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ ആയിട്ട് വരും. 4 നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഞെട്ടിയുടെ മുകൾ ഭാഗത്തും കൂടെ ഈ സൈഡിൽ മാത്രം ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ കിട്ടും അങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുമ്പോൾ. 4 എണ്ണം നമുക്കിതുപോലെ പെയിൻറ് ചെയ്തെടുക്കാം. 4 എണ്ണം റെഡി ആയിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ബോക്സിൽ നമ്മളിത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഗ്ലൂ ഗൺ കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലസ് ക്യൂക്ക് കൊണ്ടോ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. 4 ഫ്ലവർ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് 2 ഫ്ലവർ ആട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഞാനിതിൻ്റെ തണ്ട് വരയ്ക്കാണ്. ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ താഴോട്ട് ഒരു 2 തണ്ട് 2 ഫ്ലവറിന് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണായിട്ടാണ് ഇത് വരയ്ക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഗൺ ഇല്ല എങ്കിൽ നല്ല കേട് വന്ന ഹെഡ്സെറ്റിൻ്റെ വയറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി പശ കൊണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള 2 തണ്ടിന് നമ്മൾ ഗ്രീൻ കളർ പെയിൻറ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ 2 തണ്ടിന് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലീഫ് ഒന്ന് വരച്ചു കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. 4 ലീഫാണ് ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ലീഫ് വരയ്ക്കാവുന്നതാണ്. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിന് ഗ്രീൻ കളർ പെയിൻറ് കൊടുക്കാൻ പോവാണ്. 4 ലീഫും ഇതുപോലെ ഗ്രീൻ കളർ പെയിൻറ് ചെയ്തിട്ട് വരാം. നാലും ഇത് പെയിൻറ് ചെയ്തെടുത്ത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ ഫ്ലവറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ലീഫും നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള ഫ്ലവർ വേസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഒരു സൈഡ് മാത്രമേ ഇതുപോലെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി 3 സൈഡും ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമ്മളിതിന് ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും ലൈറ്റായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചൊന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 4 സൈഡും ഇതുപോലെ ടച്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ മേലെയും ഫ്ലവറിൻ്റെ മേലെയും ഇനി ഗോൾഡൻ കളർ ആക്കുന്നില്ല. അതിൻ്റെ ബാക്കി ഭാഗത്താണ് ഗോൾഡൻ കളർ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ നമ്മളെ ഫ്ലവർ വേസ് ഫുള്ളായിട്ട് നമ്മൾ ഗോൾഡൻ കളർ കൊടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വാർണിഷ് കൊടുക്കാനാണ്. അത് ഈ വാർണിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല ക്ലിയർ വാർണിഷാണ്. ഇതിനധികം പ്രൈസൊന്നുമില്ല. ഒന്നിന് 68 രൂപ എത്ര പോകുന്ന വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വാർണിഷ് അടിക്കുക. എന്നാൽ നമ്മളെ ഫ്ലവർ ഒരു കുറേ കാലം അങ്ങനെ കേടുവരാതിരിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വാർണിഷ് അടിക്കാം. ഫ്ലവേഴ്സിനൊക്കെ നന്നായിട്ട് വാർണിഷ് അടിക്കണം. ഫ്ലവറാണ് നമ്മൾ കേടുവരുന്ന സംഭവം. അപ്പോൾ നമ്മളിതെല്ലാം ഫുള്ള് 4 സൈഡും ക്ലിയർ വാർണിഷ് അടിച്ചിട്ട് വരാം. ഇത് 4 സൈഡും നമ്മളിവിടെ വാർണിഷ് കൊടുത്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മളെ ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.